പശ്ചിമേഷ്യയിൽ യുദ്ധം മാറ്റമില്ലാതെ തുടരുന്നതും ഹോർമുസ് കടലിടുക്ക് അടച്ചതും ഇങ്ങ് കേരളത്തെയും ബാധിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ കേരളത്തിലെ അടുക്കളകൾ പൂട്ടേണ്ടി വരും എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. നിലവിൽ ഗാർഹിക മേഖലയെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും കേരളത്തിലെ അടക്കം പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. ഗാർഹിക ആവശ്യങ്ങൾക്കാവട്ടെ പഴയതുപോലെ പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടിയിരുന്ന രീതിയും മാറി. ഹോട്ടലുകൾക്ക് പുറമെ വാണിജ്യ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ശവസംസ്കാര യൂണിറ്റുകളും ശ്മശാനങ്ങളും അടക്കം പ്രവർത്തനം നിർത്തുന്ന അവസ്ഥയിലെത്തി. യുദ്ധം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ പാചകം ഇൻഡക്ഷൻ കുക്കറുകളിലേക്കും വിറകടുപ്പുകളിലേക്കും മാറ്റേണ്ടി വരും. നഗരങ്ങളിലെ ഹോട്ടലുകളിലടക്കം വിറകടുപ്പ് പ്രായോഗികമല്ലാത്തതിനാൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്താൻ തയ്യാറാവുകയാണ് ഹോട്ടൽ ഉടമകൾ. ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതമാകുന്നതോടെ സംസ്ഥാനത്താകെ പല മേഖലകളെയും ഇത് ബാധിക്കും. യുദ്ധം വിവിധ മേഖലകളെ പിടിച്ചുലയ്ക്കുകയാണ്. ഊർജ്ജ പ്രതിസന്ധി ഇങ്ങനെ തുടർന്നാൽ നമ്മുടെ അടുക്കളകൾ പൂട്ടേണ്ടി വരുമോ? സംസ്ഥാനത്തെ ഹോട്ടലുകൾ സമ്പൂർണ്ണമായി പൂട്ടുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. ഭക്ഷണശാലകൾക്ക് നാഷണൽ റെസ്റ്റോറൻറ്റ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രത്യേക നിർദ്ദേശങ്ങൾ ഇന്ന് പുറത്തിറക്കി. മെനുവിൽ നിയന്ത്രണം വേണം. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന വിഭവങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നവർ പറയുന്നുണ്ട്. ഇന്ധനം ലാഭിക്കുന്ന രീതികൾ സ്വീകരിക്കുക, പാചക രീതിയിൽ മാറ്റം വരുത്താനും നിർദ്ദേശം അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇന്നലെ തന്നെ പലയിടത്തും തടസ്സപ്പെട്ട നിലയിലാണ്. നിലവിലെ സ്റ്റോക്ക് തീരുന്നതോടെ പലയിടത്തും ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടതായി വരും എന്ന സാഹചര്യമുണ്ട്. ഇടത്തരം ഹോട്ടലുകൾ ഗ്യാസ് ലാഭിക്കാനായി പ്രവർത്തനം ഭാഗികമായി വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ ഹോട്ടലുകൾ പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകളിൽ പ്രവർത്തന സമയം കുറയ്ക്കാനും ആലോചന സജീവമായിട്ട് നടക്കുകയാണ്. വലിയ ഇൻഡക്ഷൻ കുക്കറുകളിലേക്കും ഓവനുകളിലേക്കും മാറാനുമൊക്കെ ബദൽ മാർഗങ്ങളായിട്ട് ആലോചനയിലേക്ക് പോവുകയാണ്. വാണിജ്യ ഗ്യാസ് സിലിണ്ടർ കിട്ടാതായതോടെ ശവസംസ്കാര യൂണിറ്റുകളാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന മറ്റൊരു മേഖല. കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ സ്മൃതി പദം ശ്മശാനം താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. പുതുതായി സിലിണ്ടറുകൾ ലഭിച്ചാൽ മാത്രം പ്രവർത്തനം പുനരാരംഭിക്കാനാണ് അവരുടെ തീരുമാനമുള്ളത്. സംഘടനകളും സ്വകാര്യ വ്യക്തികളും നടത്തുന്ന ശവസംസ്കാര യൂണിറ്റുകളും പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ അറിയുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും കൃത്യമായി ലഭ്യമാക്കാനുമുള്ള അവശ്യ സാധന നിയമം അത് നടപ്പാക്കും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അവശ്യ സേവന പരിപാലന നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 5 സിലിണ്ടറുകളിൽ കൂടുതൽ കൈവശം വെച്ചാൽ നടപടി ഉണ്ടാകും എന്നതാണ് അതിൻ്റെ ഒരു ഭാഗം. പരമാവധി LPG ഉൽപ്പാദിപ്പിക്കാൻ റിഫൈനറികൾക്കും പെട്രോ കെമിക്കൽ യൂണിറ്റുകൾക്കും നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ സാഹചര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിലൊന്നുമില്ല ഹോട്ടലുകൾ പൂട്ടുന്നു. ഇപ്പോൾ വല്ല ഹർത്താലൊക്കെ വരുമ്പോൾ ഒരു ദിവസത്തേക്ക് ഹോട്ടൽ അടക്കുക എന്നതല്ലാതെ ഇങ്ങനെ ഹോട്ടലുകൾ ഇങ്ങനെ സമ്പൂർണ്ണമായിട്ട് അടഞ്ഞു പോകുന്നു എന്നൊരു സാഹചര്യം നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടേ ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. തീർച്ചയായും. അതായത് ഈ LPG ഏതാണ്ട് 67% വരെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമായ പാചകവാതകത്തിൻ്റെ 67%. അതിൽ തന്നെ ഏതാണ്ട് 92% ഹോർമുസ് കടലിടുക്ക് വഴി വരേണ്ട, അതായത് ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന LPG ആണ്. അവിടെയാണ് ഈ തടസ്സം നേരിട്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ദീർഘവീക്ഷണമില്ലായ്മ ഇതിനകത്തൊരു ഘടകമാണ്. കാരണം അവിടെ ഏത് ഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷം ഉടലെടുക്കാം എന്നുള്ളത് ഒരുമാതിരി ഒരു മിനിമം ആഗോള രാഷ്ട്രീയ ധാരണയുള്ളവർക്ക് എല്ലാം അറിയേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെക്കുറിച്ച് ധാരണ വേണ്ടതല്ലേ? അപ്പോൾ ഇപ്പോൾ മമതാ ബാനർജിയും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ആവശ്യമായ കരുതൽ ശേഖരം നമുക്കുണ്ടായില്ല, വേണ്ട രീതിയിൽ ഇവിടേക്ക് മറ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തില്ല. ഇപ്പോൾ 2025 നമ്മൾ വിചാരിച്ചിരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആണെങ്കിൽ അത് നടപ്പായില്ല എന്നിടത്താണ് ഈ പ്രശ്നം. കാരണം യുദ്ധം 2 ആഴ്ച പിന്നിട്ടിട്ടില്ല. അതായത് 12-ാം ദിവസം 13-ാം ദിവസത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹോട്ടലുകൾ, കൊച്ചിയിൽ ഹോട്ടലുകൾ അടയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ചെന്നൈയിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ റെസ്റ്റോറൻറ്റുകൾ അടച്ചു പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നെ പല സുഹൃത്തുക്കളുടെയും റെസ്റ്റോറൻറ്റുകളുടെ കാര്യങ്ങൾ ഇതിൻ്റെ ഈ സാധ്യത എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കുമ്പോൾ നാളെ കൂടി പ്രവർത്തിക്കും, അത് കഴിഞ്ഞാൽ ഹോട്ടൽ അടച്ചു പൂട്ടുകയെ നിവൃത്തിയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്, റെസ്റ്റോറൻറ്റ് ഉടമകൾ. ഇതിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മേഖലയിൽ നേരിട്ട് ജോലി ചെയ്യുന്ന 80 ലക്ഷം ആളുകളെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ട്. ഈ 80 ലക്ഷം ആളുകളുടെയും ജീവിതം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ. കാരണം ഇവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിലോ ഒക്കെ പോയി കുറച്ച് ദിവസം താമസിച്ചേക്കാവുന്ന ഒരു ഹോട്ടലുടമ എൻ്റെ സുഹൃത്ത് ഇന്ന് വിചാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മൂന്നാറിൽ ഹോട്ടലിൽ റൂം കിട്ടാത്ത അവസ്ഥയുണ്ട്. കാരണം അവിടെ ആളെ എടുക്കുന്നില്ല, കാരണം റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെ അടച്ചു പൂട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, കൂടുതൽ ആളുകളെ എടുത്ത് പ്രശ്നമാവണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ തന്നെ ആലോചനകൾ വന്ന് തുടങ്ങിയിരിക്കുന്നു. 2-3 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട പല റെസ്റ്റോറൻറ്റുകളിലും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്നുള്ളതിലേക്ക് കാര്യങ്ങളെത്തി. 4.5 കോടി 5 കോടി ആളുകൾ ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ മാത്രം പണിയെടുക്കുന്നവരുണ്ട്. അവരുടെ ജീവിതം പ്രതിസന്ധിയിലാവുകയാണ്. ഏറ്റവും അടിസ്ഥാന വിഭാഗം എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കേണ്ട സംഘടിതരല്ലാത്ത ഗിഗ് തൊഴിലാളികൾ, ഈ പറഞ്ഞ സ്വിഗ്ഗി സൊമാറ്റോ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, അവർ പ്രതിസന്ധിയിലാവുകയല്ലേ? ഈ ഭക്ഷണ വിതരണം എന്നുള്ളത് ആ നിലയ്ക്ക് ഇത്
എല്ലാം നിലയ്ക്കുമ്പോൾ ഇതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന എത്ര പേരുണ്ട് തരും, നമുക്കറിയാവുന്ന എത്ര പേരുണ്ട് ഈ ഹോട്ടലിനെയും റെസ്റ്റോറൻറ്റുകളെയും മാത്രം ആശ്രയിച്ച് വീട്ടിൽ പ്രത്യേകിച്ച് ഭക്ഷണം പാചകം ചെയ്യാതെ കഴിയുന്നത്, അവരെയും ബാധിക്കുന്നതിൽ ഒരു മാസം ഈ യുദ്ധം ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞത് ഒരു മാസം വരെയാണല്ലോ, 4 ആഴ്ച വരെ, ആ നിലയ്ക്ക് പരിഹരിച്ചാൽ പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല, പല ലോകരാഷ്ട്രങ്ങളിലേക്കും കാര്യങ്ങൾ ഈ മട്ടിൽ പോകും. നമ്മൾ ഈ മട്ടിൽ പോകാൻ കാരണം നമ്മൾ ആവശ്യത്തിനുള്ള റിസർവ് കണ്ടെത്തിയില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ്. ഇത് ഈ റെസ്റ്റോറൻറ്റ് അതിപ്പോൾ ഹോട്ടലുകൾ അടച്ചു പൂട്ടുന്ന സാഹചര്യം ഉണ്ടായത് ടാക്സി മേഖലയെ ബാധിക്കും വേറൊരു തരത്തിൽ. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ സെക്ടറിലെയാണ് ഇത് അടുത്ത ഘട്ടത്തിൽ ബാധിക്കുക എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കല്യാണങ്ങൾ, വിവാഹങ്ങളെയൊക്കെ ഇത് ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഈ കാറ്ററിംഗ് സർവീസുകാർക്കൊക്കെ ഇത് ഈ എത്രത്തോളം റിസർവ് ഉണ്ട് എന്നുള്ളത്, ഇപ്പോൾ 4 കുറ്റിയിൽ കൂടുതൽ റിസർവ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണമുള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് ലഭിക്കാനുള്ള കാലപരിധി എന്നുള്ളത് വളരെ നീണ്ടതാണ് എന്നുള്ളതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഈ ഒന്ന് റെസ്റ്റോറൻറ്റ് വിപണിയിലുള്ള അല്ലെങ്കിൽ ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അത് ധാരാളം ആളുകളുടെ തൊഴിലിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. രണ്ടാമത്തെ കാര്യം, ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ വിചാരിച്ചതാണോ ഇപ്പോൾ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു? കോഴിക്കോട് 4 മൃതദേഹങ്ങൾ തിരിച്ചയക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടാണല്ലോ. അപ്പോൾ ആ മട്ടിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാന കേന്ദ്രത്തിന് കത്ത് എഴുതിയിട്ടുണ്ട്, ഈ കാര്യത്തിൽ അടിയന്തര പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ കേന്ദ്രത്തിന് മുന്നിൽ ഒരു പരിഹാരം താൽക്കാലം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് മറ്റെല്ലാ സ്റ്റേറ്റുകളിലും സമാനമായ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് കരുതൽ എന്നുള്ളത്, ഇപ്പോൾ ഇതൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവുകയും ആളുകൾ ഇതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി പരക്കം പായുകയും ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളിയല്ല നമ്മളിവിടെ ഉയർത്തുന്നത്. പക്ഷേ ആളുകൾ കരുതലുള്ളവരായിരിക്കുക തന്നെയാണ്. അതിൽ കയ്യിലുള്ളത് വേണ്ട രീതിയിൽ കരുതലോടെ ഇപ്പം കൊടുത്തിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ വീടുകൾക്കും ബാധകമാണ്. ഈ വല്ലാതെ ഇതൊക്കെ ഇന്ധനം കത്തിച്ച് ചിലവാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്. പെട്ടെന്ന് പാചകം ചെയ്യാവുന്ന, അധികം ഇന്ധനം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഒരു കരുതൽ എന്ന മട്ടിൽ നിന്നാവും. ഇതിന് ഇപ്പം ചേർത്ത് പറയേണ്ടത്, ഇപ്പോൾ അവിടെ നടക്കുന്ന സംഘർഷത്തിൻ്റെ സാഹചര്യം കൂടിയാണ്. അമേരിക്ക വിചാരിക്കുന്ന, ഇറാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. കാരണം എത്ര ദൗർബലമായാലും അവരൊരു സംഘടിത ശേഷി എന്നുള്ള നിലയിൽ അവശേഷിക്കുന്നിടത്തോളം അവർ ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ സാഹചര്യം, തൊട്ട് മുന്നിലുള്ള ലോക സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഇതിലിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യമാണ്. പക്ഷേ ഇതിനകത്തുള്ള കാര്യം ഹർഷം പറഞ്ഞതുപോലെ അത്രയും ആളുകളെ ബാധിക്കുന്നത് മാത്രമല്ല, ഹോട്ടൽ മേഖലയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ ഉച്ചനേരത്ത് അവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അപ്പുറത്ത് നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, എന്തെങ്കിലും ജോലിക്കായിട്ട് പുറത്തേക്ക് ബൈക്കുമായിട്ട് എടുത്തിറങ്ങിയ ആളുകൾ, ഇങ്ങനെയുള്ള പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ ഒരു ഹോട്ടലിലേക്ക് നിശ്ചയ സമയത്ത് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചെറുകിട ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ, ഈ പ്രത്യേകിച്ച് കൊച്ചിയുടെ നമ്മുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ, നഗരകേന്ദ്രങ്ങളിലെല്ലാം സംസ്ഥാനത്ത് ഈ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് വരിക. അപ്പോൾ എന്താണ് ആ സെക്ടറിനെ ബാധിക്കും? നിർമ്മാണ പ്രവർത്തനത്തിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം വരികയും അവിടെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഏത് ജോലിയിൽ ഏത് മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ട ആളുകൾക്ക് ഭക്ഷണം ലഭ്യത എന്നത് ഹോട്ടലുകൾ അടയുന്നതോടെ ഇല്ലാതാകും. ഈ പറയുന്ന സെക്ടറുകളെല്ലാം ബാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സകല സംവിധാനങ്ങളെയും ഹോട്ടലുകളില്ലാത്തത് ബാധിക്കും. കാരണം കേരളം വല്ലാത്ത തോതിൽ പകൽ നേരങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ആണും പെണ്ണുമായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ നിബിഡമായിട്ടുള്ള സ്ഥലമാണ്. രണ്ടാമതൊരു കാര്യം, അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും അത് ബാധിക്കും. ഹോട്ടലുകളിൽ തൊഴിലാളികൾ, സ്വിഗ്ഗി, ഇതോട് ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഇതിനെല്ലാം വലിയ തോതിൽ ബാധിക്കുമെങ്കിലും അതുമായിട്ടൊന്നും വിദൂര ബന്ധം മാത്രമുള്ള സംഗതികളെല്ലാം ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ വീടുകളിൽ, ഫ്ലാറ്റുകളിൽ മാത്രമല്ല വീടുകളിൽ ഈ വിറകടുപ്പ് എന്ന സംഗതി ഇല്ലാതായിട്ട് കുറേ കാലമായി. കാരണം എല്ലായിടത്തും ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം, ഇതൊരു വലിയ അർത്ഥത്തിൽ എല്ലാവരും നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നാലും പല വീടുകളിലും ഇപ്പോൾ അടുപ്പ് എന്ന സംഗതി ഇല്ല. എല്ലാവരും ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് പാചകം ചെയ്യുന്നത്. മറ്റെന്താണ് ചെയ്യുക എന്നത് അറിയില്ലാത്ത വീടുകളായിട്ട് മാറിയിട്ടുണ്ട്. മറ്റെങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നത് പരിചിതമല്ലാത്ത സാഹചര്യം, ഈ ഇന്ധന ലഭ്യത നമ്മളെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മറികടക്കും എന്നത് ആദ്യകാലങ്ങളിലെങ്കിലും പ്രശ്നമായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ പാനിക് ആക്കരുത് എന്നൊക്കെ പറയുമ്പോഴും ഹർഷ, എന്താണ് ഈ യുദ്ധം പെട്ടെന്നങ്ങ് തീരുമോ, ഹോർമുസ് കടലിടുക്ക് അവർ തുറന്നു കൊടുക്കുമോ എന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഓപ്പണായിട്ടില്ല. മറിച്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക വിട്ടുകൊടുക്കാൻ തയ്യാറാത്തിടത്തോളം കാലം പുതിയ സുപ്രീം ലീഡറും വന്നിട്ട് മറ്റു കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അവരുടെ ഏറ്റവും വലിയ ആയുധം, ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധം അവർ വർഷിക്കുന്ന ബോംബുകളോ അവരുടെ സുപ്രീം ലീഡർ തന്നെയോ അല്ല, മറിച്ച് ഈ ഹോർമുസ് കടലെടുക്കുകയാണെന്ന് നമുക്ക് ബോധ്യമായി എല്ലാവരെയും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതിപ്പോൾ ഇപ്പോഴത്തെ ഭക്ഷണ പ്രതിസന്ധിയാണെങ്കിൽ വർഷങ്ങൾക്കപ്പുറത്ത് വരാവുന്ന വലിയ ഭക്ഷണ പ്രതിസന്ധി ഈ വളത്തിൻ്റെയും മറ്റും കമ്മിയായിട്ട് ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ അത്ര ഒരു ആയുധം ഉണ്ടായിരിക്കെ ഈ യുദ്ധം പരസ്പര
സമവായത്തിലൂടെയും സംസാരത്തിലൂടെയും കൃത്യമായിട്ട് പരിഹരിക്കുന്ന സാഹചര്യം വരെയും ഏറ്റവും കൂടുതൽ കാലം അടഞ്ഞിരിക്കാൻ പോകുന്നത് ഹോർമുസ് കടലിടുക്കായിരിക്കും. നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും അങ്ങനെ ഒരു സാഹചര്യം വേണ്ട രീതിയിൽ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കാത്തത് കൊണ്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കെ നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്കല്ലേ പോവുക എന്ന ആശങ്ക തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ ആദ്യത്തെ സംഗതിയായിട്ട് ഈ ഹോട്ടലുകളുടെ അടവുകളെ കാണണം. എത്ര ദിവസം ഇങ്ങനെ പോകുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇറാനിലേക്ക് ഇസ്രായേലും US കടന്നു കയറിയപ്പോൾ മുതൽ വിദഗ്ധരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വിപണി പ്രതിസന്ധിയിലാകും എന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ വജ്രായുധം ആണെന്ന് അറിയാതെയല്ല ട്രംപും നെതന്യാഹുവും ഇറാനിലേക്ക് കടന്നു കയറിയത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലൊരു ഭരണകൂട അട്ടിമറി സാധ്യമായില്ല. അങ്ങനെ 12-ാം ദിനമാകുമ്പോഴേക്കും യുദ്ധത്തിൻ്റെ പ്രതിഫലനം ലോകം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, ഇങ്ങ് കേരളത്തിൽ ഗ്യാസ് അടുപ്പ് കത്തണമെങ്കിൽ ഇനി യുദ്ധം അവസാനിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഹോട്ടലുകൾ പൂട്ടാൻ പോകുന്നു എന്ന വാർത്ത കാണുമ്പോൾ നമ്മളെ ഒന്നും ബാധിക്കില്ലല്ലോ, കുറച്ച് മുതലാളിമാരെയല്ലേ ബാധിക്കുന്നത് എന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റി. ഹോട്ടലുകളെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി തൊഴിൽ മേഖലകളാണ് പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. ഹോട്ടൽ തൊഴിലാളികളും അവിടേക്ക് ഗ്യാസ് എത്തിക്കുന്നവരും മാത്രമല്ല, പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയ ഒട്ടനവധി കച്ചവടങ്ങളും അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു തൊഴിൽ വിഭാഗവും എങ്ങോ ഉള്ള യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നു. വിശക്കുമ്പോൾ ഭക്ഷണം മുന്നിലെത്തി ശീലിച്ച നമ്മൾ ഇനി മുതൽ ആ ഭക്ഷണം നമ്മളിലേക്ക് എത്തിയത് എങ്ങനെ എന്നുകൂടെ വിശാലാർത്ഥത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലടിക്കുന്നത് നിങ്ങളെന്തിനാ കൊച്ചു കേരളത്തിലിരുന്ന് കവലപ്രസംഗം നടത്തുന്നത് എന്ന് യുദ്ധം ആരംഭിച്ച അന്നു മുതൽ ചോദിച്ചുകൊണ്ടിരുന്ന നിഷ്കളങ്കരോടാണ് യുദ്ധം ഇതാ നമ്മുടെ അടുക്കള വരെ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ അടുക്കളകളിൽ ഗ്യാസ് കത്തിക്കണോ എന്ന് യുദ്ധം തീരുമാനിക്കും. ഇറാനും ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളും തീരുമാനിക്കും. ഇക്കാര്യം മനസ്സിലാക്കിയാൽ ഭാവിയിലെ സാഹചര്യങ്ങളെ, സമാന സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ കുറച്ച് ധാരണ കൂടുതലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.